ഹായ് ഓൾ എൻഎസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ഒരുപാട് പുതിയ നോട്ടിഫിക്കേഷൻസ് കേരള PSC റിലീസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം അതിൽ ഇലക്ട്രീഷ്യൻ, ലൈൻമാൻ, ഓപ്പറേറ്റർ എന്ന് പറയുന്ന 3 നോട്ടിഫിക്കേഷന് വേണ്ടിയുള്ള ഒരു സ്റ്റഡി പാക്കേജ്, അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, സിലബസ് കമ്പാരിസൺ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ. നിങ്ങൾ നോട്ടിഫിക്കേഷൻ എല്ലാവരും അറിഞ്ഞതായിരിക്കും, അപ്ലൈ ചെയ്തതായിരിക്കും അല്ലേ. അപ്പോൾ അതിൽ കുറച്ച് നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇലക്ട്രീഷ്യൻ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, ഇലക്ട്രിക്കൽ ഹെൽപ്പർ റീഹാബിലേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡ്, then training instructor electrician scheduled caste development department, then electrician in Kerala Water Authority, electrician animal husbandry, electrical line helper oil palm India Limited, then PWDയിലെ ലൈൻമാൻ, ദെൻ കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്റർ. ഇത്രയും ഏകദേശം 8 നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇതെല്ലാം ബേസ്ഡ് ഓൺ എന്താ, ഇലക്ട്രിക്കൽ ബേസ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ഇതെല്ലാം. ഇലക്ട്രീഷ്യൻ ഉണ്ട്, ലൈൻമാൻ ഉണ്ട്, ഓപ്പറേറ്റർ ഉണ്ട്. ഇതിൽ തന്നെ ആദ്യം പറഞ്ഞ ഒരു 7ഓളം എക്സാം വരുന്നത് ജൂലൈ സെപ്റ്റംബർ കാലഘട്ടത്തിലാണ് ഈ എക്സാംസ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് വന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഓഗസ്റ്റ് ടു ഒക്ടോബർ വിൻഡോയിലായിരിക്കും എക്സാം വരുന്നത്. അപ്പോൾ ഈ ഒരു സെഷൻ കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ കമ്പൈൻ ചെയ്ത് പഠിക്കാൻ സാധിക്കും. ഇതിൻ്റെ എല്ലാം ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഇതിന് വരുന്നത്. ITI ഡിപ്ലോമ ലെവലിലുള്ള കാൻഡിഡേറ്റ്സിന് എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ്, ഈ ഒരു എക്സാമിൻ്റെ എല്ലാം ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഇത്ര 8 എക്സാമിനും അപ്ലൈ ചെയ്തവർക്ക് എങ്ങനെ കമ്പൈൻ ചെയ്ത് പഠിക്കാൻ സാധിക്കും, ആൻഡ് എന്താണ് ഒരു സ്റ്റഡി സ്ട്രാറ്റജി നിങ്ങൾക്ക് പറ്റുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ ഒരു സെഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സ്ട്രീമാണ് ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60% ക്വസ്റ്റ്യൻസും ഇലക്ട്രിക്കലിൽ നിന്നും ബാക്കി 40% വരുന്നത് മെക്കാനിക്കൽ നിന്നുമാണ് എക്സാം വരുന്നത്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ആൻഡ് എക്സാം സിലബസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി ചെക്ക് ചെയ്ത് കാണും. അപ്പോൾ ഈ 8 എക്സാമിനും നിങ്ങൾക്ക് എങ്ങനെ കമ്പൈൻ ചെയ്ത് നോക്കാൻ സാധിക്കും. ഇതിൻ്റെ ഒരു സിലബസിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കലിൻ്റെ പോർഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്നത് ബേസിക് ഇലക്ട്രിക്കലാണ് വരുന്നത്. ഇത് ഓൾമോസ്റ്റ് ഒരു 10 മോഡ്യൂൾസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ബേസിക് ഇലക്ട്രിക്കൽ വരുന്നുണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് വരുന്നുണ്ട്, മെഷീൻസ് വരുന്നുണ്ട്, പവർ സിസ്റ്റം വരുന്നുണ്ട്, മെഷർമെൻറ്റ്സ് വരുന്നുണ്ട്, ആൻഡ് പവർ ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് സബ്ജക്റ്റുകളും അതിൽ നിന്ന് ബേസിക് ഫണ്ടമെൻ്റൽസിൽ നിന്നുള്ള ചോദ്യങ്ങളുമാണ് പ്രീവിയസ് എക്സാമിൽ നിന്ന് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇനി വരുന്ന ഒരു 4-5 സ്ലൈഡ് നിങ്ങൾക്ക് കോമൺ ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്റർ നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ കുറച്ച് വരുന്നുണ്ട്, അതൊക്കെ ഒരു മൈനോറിറ്റി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ബട്ട് ഈ വരുന്ന ഒരു 10 മോഡ്യൂളും കോമൺ ആണ്. നിങ്ങൾക്കുള്ള ഈ ഒരു 8 എക്സാമിന് വളരെ കോമൺ ആയിട്ടുള്ള സിലബസിലെല്ലാം കോമൺ ആയിട്ട് വരുന്ന സിലബസ് കണ്ടന്റുകളാണ് ഇനി വരുന്ന ഒരു 3-4 സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രിസിറ്റി. നമ്മൾ 10ാം ക്ലാസ് മുതൽ ഇങ്ങോട്ട് പഠിച്ചു വരുന്നതാണ് ഇലക്ട്രിസിറ്റിയെ പറ്റി അല്ലേ. അപ്പോൾ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്, ഫ്ലെക്സ് ആൻഡ് സോൾഡറിംഗ് ടെക്നിക്സ്, ദെൻ റെസിസ്റ്റൻസ്, അതായത് ഓംസ് ലോനെ പറ്റിയുള്ളത് വരുന്നുണ്ട്, ദെൻ കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ പോലെയുള്ള മെറ്റീരിയലിൻ്റെ ക്ലാസിഫിക്കേഷൻ ആൻഡ് മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ക്ലാസിഫിക്കേഷനും വരുന്നുണ്ട്, ആൻഡ് ടൈപ്സ് ഓഫ് വയേഴ്സ് ആൻഡ് കേബിൾസ് എന്ന് പറയുന്ന ഒരു പോർഷൻസ് വരുന്നുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് പഠിച്ചു തുടങ്ങുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു മോഡ്യൂളാണ് വരുന്നത്. ഏകദേശം 4-5 മാർക്കൊക്കെ നമുക്കതിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ദെൻ സെക്കൻഡ് മോഡ്യൂളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഓംസ് ലോ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ വരുന്ന ഓംസ് ലോ വരുന്നുണ്ട്. അതിനകത്ത് ക്രിച്ച്ഓഫ് ലോ വരുന്നുണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷൻ, അതിൻ്റെ ചെറിയ ന്യൂമറിക്കൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്, ആൻഡ് വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ്, കെമിക്കൽ എഫക്റ്റ് ഓൺ ഇലക്ട്രിക് കറണ്ട്, ലോ ഓഫ് റെസിസ്റ്റൻസ്, ദെൻ സെല്ല് വരുന്നുണ്ട്, അതായത് ബാറ്ററിൻ്റെ ഗ്രൂപ്പിങ്, അത് എങ്ങനെയാണ് കപ്പാസിറ്റി കൂട്ടാൻ പറ്റുന്നത്, സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ, അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്,
എന്ന് വരുന്ന കുറേ കാര്യങ്ങൾ, ദെൻ അതിൻ്റെ മെയിൻ്റെനൻസ്, കെയർ ആൻഡ് മെയിൻ്റെനൻസ് പോലെയുള്ള കുറച്ച് പോർഷൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. സോ മോഡ്യൂൾ 2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ നമുക്ക് ഒരു ഗ്രൂപ്പ് ചെയ്യുമ്പോഴേക്കും മോഡ്യൂൾ 2 ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ബേസിക് ആയിട്ടുള്ള ഓംസ് ലോ, ക്രിച്ച്ഹോഫ് ലോയും, ദെൻ സെല്ലിനെ പറ്റിയുള്ള കുറച്ച് കാര്യം, ബാറ്ററിയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിൽ നിന്നും നമുക്ക് ന്യൂമറിക്കൽസ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കണ്ടന്റാണ് ഈ പറയുന്ന മോഡ്യൂൾ 2 എന്ന് പറയുന്നത്. ആൻഡ് മാഗ്നറ്റിസം ആണ് മോഡ്യൂൾ 3 വരുന്നത്. ഇതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതായത് എന്താണ് പാരാ, ഡയ ആൻഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ പോലുള്ള ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ എക്സാമ്പിൾസ് പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ ഇതിൽ ചെറിയ ഒന്നോ രണ്ടോ ലോസ് വരും, ഈ കുളംസ് ലോ പോലുള്ള, ഗോസ് ലോ പോലുള്ള ചെറിയ ചെറിയ കണ്ടന്റുകളൊക്കെ വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ദെൻ എം എം എഫ് ഫ്ലക്സ് ഡെൻസിറ്റി റിലക്റ്റൻസ് പോലെയുള്ള മാഗ്നറ്റിസത്തിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമുണ്ട്. ദെൻ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ലെൻസസ് ലോ, കപ്പാസിറ്റേഴ്സ് പോലെയുള്ള കുറച്ച് കാര്യങ്ങളും. അപ്പോൾ മാഗ്നറ്റിസത്തിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ആൻഡ് ലോസ് ഓഫ് മാഗ്നറ്റിസം കൂടെ നമ്മൾ പഠിക്കണം. ഇതിനകത്ത് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ കൂടി കുളംസ് ലോ പോലെയുള്ള കാര്യങ്ങൾ, എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി, എന്താണ് ഇലക്ട്രിക് ഇൻറ്റൻസ് ഫ്ലക്സ് ഇൻറ്റൻസിറ്റി, എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമുണ്ട്. ഇതിൽ നിന്നും നമുക്കൊരു 3-4 ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ പഠിക്കേണ്ടതാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടും അതിൻ്റെ ഫണ്ടമെൻ്റൽസ് പോലുള്ള കാര്യങ്ങൾ, ആൻഡ് എർത്തിങ്ങും ജനറലായിട്ട് കുറേ കാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ചോദ്യങ്ങളൊക്കെ എർത്തിങ്ങിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ട്. സോ മോഡൽ 4 വരുന്നത് എങ്ങനെയാണ് AC കറണ്ട് ജനറേറ്റ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു, അതിൻ്റെ പെക്യുലാരിറ്റീസ്, അതിൻ്റെ സ്പെക്ക് ഒക്കെ ഉണ്ട്. നമുക്കറിയാം ഫ്രീക്വൻസി ഉണ്ട്, ടൈം പീരീഡ് ഉണ്ട്, RMS ഉണ്ട്, ആവറേജ് ഉണ്ട്. അതൊക്കെ എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം എർത്തിങ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ബട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അത് തന്നെ പഠിക്കേണ്ട കാര്യം മാത്രമേ വരുന്നുള്ളൂ. സോ എർത്തിങ് ആൻഡ് AC ജനറേഷൻ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് മോഡൽ നമ്പർ 4 നമുക്ക് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് മോഡൽ നമ്പർ 5 മെഷീൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മെഷീൻസ് വരുന്നത്. നമുക്ക് അറിയാം DC മെഷീൻസ് ഉണ്ട്, ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്, AC മെഷീൻസ് ഉണ്ട്, അല്ലേ? അപ്പോൾ അത് AC മെഷീൻസ് തന്നെ ഓൾട്ടർനേറ്ററും ഉണ്ട്, ഇൻഡക്ഷൻ മെഷീൻസും ഉണ്ട്. അപ്പോൾ ഇത്രയും 4 മെഷീൻസിൻ്റെ കൺസ്ട്രക്ഷനും ബേസിക് ആയിട്ടുള്ള പെർഫോമൻസ് അനാലിസിസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു മോഡ്യൂളിലുള്ളത്. ഇൻഡെപ്ത് ഒന്നും പോകണ്ട. നമുക്ക് ഏറ്റവും എന്താണ് കുറച്ച് പെറിഫറലായിട്ട് ഇപ്പോൾ മോഡ്യൂൾ 5ഉം മോഡ്യൂൾ 6ഉം കമ്പയർ ചെയ്ത് നമുക്ക് പറയാം. മോഡ്യൂൾ 5 എന്ന് പറയുന്നത് DC മെഷീൻസ് ആണ് വരുന്നത്. ആൻഡ് മോഡ്യൂൾ 6 എന്ന് പറയുന്നത് AC മോട്ടോഴ്സ് സിംഗിൾ ആൻഡ് 3 ഫേസ്. അതിൽ AC മോട്ടോഴ്സ് എന്ന് പറയുന്നത് സിങ്ക്രണസും വരും, ഇൻഡക്ഷൻ മെഷീൻ. അപ്പോൾ 3 ഫേസ് ഇൻഡക്ഷൻ മെഷീനും സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മെഷീനും വരും. സോ നമുക്ക് ഈ പറയുന്ന മോഡ്യൂൾ 5ഉം മോഡ്യൂൾ 6ഉം നമുക്ക് കമ്പയർ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ബിടെക് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഡിഗ്രി കാലഘട്ടം, ഡിപ്ലോമ കാലഘട്ടത്തിലൊക്കെ DC മെഷീൻസ് ഒക്കെ മെഷീൻസ് ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു 10 മാർക്ക് 12 മാർക്കോളം ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ഇൻഡെപ്തിൽ പോകേണ്ട ആവശ്യമേ വരുന്നില്ല. ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ട് എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ വർക്കിംഗ് എന്താണ്, അത് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ എന്തൊക്കെയാണ്, ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ പറയുന്ന മോഡൽ നമ്പർ 5 ആൻഡ് 6 എന്ന് പറയുന്ന DC മെഷീൻസ് വരുന്നുണ്ട്. AC മോട്ടോഴ്സ്, സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് മെഷീൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമുക്ക് വരുന്നത്. ആൻഡ് മോഡൽ നമ്പർ 7 വരുന്നത് ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞു, എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ മെഷീൻസിൻ്റെ തന്നെ ഒരു മോഡ്യൂളാണ് വരുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സും ദെൻ നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പവർ ട്രാൻസ്ഫോമേഴ്സും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സൊക്കെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെയാണ് നമ്മൾ വരുന്നത്. ഇതിൽ തന്നെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മളിവിടെ ഈ മോഡലിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട്, ഇപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ഫസ്റ്റ് പാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻഡിക്കേഷൻ, അതായത് നമ്മൾ മെഷർമെൻറ്റ്സിൻ്റെ ഒരു പോർഷനും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ഈ പറയുന്ന PMMC മെഷീൻ ഇൻസ്ട്രുമെൻറ്റ്സ്, MI ഇൻസ്ട്രുമെൻറ്റ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഇക്വേഷൻസും കാര്യങ്ങളൊന്നും പഠിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ വർക്കിംഗ് മെത്തേഡ്സും അതിൻ്റെ ക്ലാസിഫിക്കേഷൻസും മാത്രമാണുള്ളത്. ഒരു 2 ലൈനിൽ മാത്രം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സിലബസാണ് നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെയാണ് ട്രാൻസ്ഫോമേഴ്സും അതിൻ്റെ പ്രൊട്ടക്ഷനും പറഞ്ഞിരിക്കുന്നത്. എഗെയിൻ ഇതിൽ നിന്നും ഒരു 5 to 7 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സോ മോഡൽ നമ്പർ 5, 6, 7 എന്ന് പറയുന്നത് മെഷീൻസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് മോഡൽ നമ്പർ 7 വരെയുള്ള വന്നിരിക്കുന്നത്. ആൻഡ് 8th മോഡൽ എന്ന് പറയുന്നത് ഇലുമിനേഷൻ ആണ്.
ഇതിൽ ഒരു ഇലിമിനേഷൻ്റെ 2 ലോസ് വരുന്നുണ്ട്. ദെൻ അതിൻ്റെ കുറച്ച് ചെറിയ ന്യൂമറിക്കൽസ് വരുന്നുണ്ട്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംപ്സ് വരുന്നുണ്ട്. അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ കളേഴ്സ്, ഈ ഓരോ ലാമ്പിൻ്റെയും ഇലിമിനേറ്റ് ചെയ്യുമ്പോഴുള്ള കളേഴ്സ് എന്തൊക്കെയാണുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു മോഡൽ വരുന്നത്. ആൻഡ് സെമി കണ്ടക്ടർ ഡിവൈസസ്, ഡയോഡും ട്രാൻസിസ്റ്റേഴ്സ്, അതിൻ്റെ ബേസിക് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ക്യാര പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇതാണ് മോഡൽ നമ്പർ 8 വരുന്നത്. ആൻഡ് മോഡൽ നമ്പർ 9 വരുന്നത് 9 and 10 വരുന്നത് പവർ സിസ്റ്റമാണ് വരുന്നത്. ഓൾമോസ്റ്റ് 5 to 10 മാർക്സോളം നമുക്ക് 5 to 10 മാർക്സോളം നമുക്ക് ചോദിക്കാൻ സാധിക്കും. പവർ ജനറേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പവർ ജനറേഷൻ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ഫ്യൂവൽസ് എന്തൊക്കെയാണ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തൊക്കെയാണെന്നാണ് വരുന്നത്. ആൻഡ് ട്രാൻസ്മിഷൻ വരുന്നുണ്ട് മോഡൽ നമ്പർ 10. അതിൽ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, AC ആൻഡ് DCയുടെ ട്രാൻസ്മിഷൻസ് ആണ് വരുന്നത്. ട്രാൻസ്മിഷൻ ലോസസ്, അതിൻ്റെ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ ഒരു 5 to 10 മാർക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സോ ഇത്രയാണ് ഇലക്ട്രിക്കലിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. ദെൻ ഓപ്പറേറ്ററൊക്കെ വരുമ്പോഴേക്കും പവർ ഇലക്ട്രോണിക്സിൻ്റെ കുറച്ചും കൂടെ നമ്മൾ പഠിക്കേണ്ടതൊക്കെയുണ്ട്. ബട്ട് ഇതാണ് കോമൺ ആയിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈൻമാൻ ആയിക്കൊള്ളട്ടെ, ഇലക്ട്രീഷ്യൻ ആയിക്കൊള്ളട്ടെ, ഓപ്പറേറ്റർ ആയിക്കൊള്ളട്ടെ. അപ്പോൾ ഈ 3 കാറ്റഗറിയിലെ ഇലക്ട്രിക്കൽ ഹെൽപ്പർ ആയിക്കൊള്ളട്ടെ, ഈ 4 കാറ്റഗറി നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റുകൾ ഇത്രയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്ന സബ്ജക്റ്റിൽ ഇത്രയും കാര്യങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ എല്ലാ എക്സാമിനും, ഈ തുടക്കത്തിൽ പറഞ്ഞ എല്ലാ എക്സാമിനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു കണ്ടന്റുകളാണ് ഈ പറയുന്ന 10 മോഡലും പഠിക്കുകയാണെങ്കിൽ കിട്ടുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഏകദേശം ഒരു 50 or 60 ക്വസ്റ്റ്യന് വേണ്ടിയുള്ള സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. എല്ലാ എക്സാമിനും കോമൺ ആയിട്ട് വരുന്ന കണ്ടന്റുകളാണ് വരുന്നത്. സോ നിങ്ങൾ ഒരു തവണ ഈ ഒരു കണ്ടന്റുകളൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 8 എക്സാമിന് യൂസ്ഫുൾ ആണ്. നേരെ മറിച്ച് ഒരു സബ് എഞ്ചിനീയർ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും ഹെൽപ്ഫുൾ ആയിരിക്കും ഈ പറയുന്ന കണ്ടന്റുകൾ എന്ന് പറയുന്നത്. സോ കോമൺ ആയിട്ട് പഠിക്കുക, മൾട്ടിപ്പിൾ എക്സാംസിന് അഡ്വാൻറ്റേജ് നിങ്ങൾ എടുക്കുക. സോ നിങ്ങൾക്കൊരു ഓവർവ്യൂ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. ഏതൊക്കെ കണ്ടന്റുകളാണ് സിമിലർ ആയിട്ട് വരുന്നതെന്ന് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. സോ ഇപ്പം ഒരു 10 മോഡ്യൂൾസ് പറഞ്ഞിട്ടുണ്ട്. ഈ 10 മോഡ്യൂളും ഫിക്സഡ് ആണ്. ഇതിൽ നിന്ന് കൂടുതൽ മാത്രമേ വരുള്ളൂ, ഒരിക്കലും കുറഞ്ഞു വരില്ല. സോ കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ പഠിക്കേണ്ട കാര്യം മാത്രമേ വരുന്നുള്ളൂ. ഇത് മൾട്ടിപ്പിൾ എക്സാംസിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. ആൻഡ് ഈ ഒരു സിലബസിൽ നിന്നുള്ള എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ പറ്റി ഇവാലുവേറ്റ് ചെയ്യുമ്പോഴേക്കും മനസ്സിലായിട്ടിരിക്കുന്നത് ഒരു 60% 70% ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ആണ്. അതായത് തിയറി എന്താണ് പഠിച്ചിരിക്കുന്നത് അതിൽ നിന്ന് ഡയറക്റ്റ്ലി തന്നെ നമുക്ക് കിട്ടുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ്ലി വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു 60% നിങ്ങൾക്ക് ഈസി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഒരിക്കലും ഡിഫിക്കൽട്ട് ആയിരിക്കില്ല. ഒരു 60% ഡെഫിനറ്റ്ലി ഈസി ആയിരിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുന്നത്. ദെൻ ഒരു 10 to 20% കുറച്ച് ഒരു ന്യൂമറിക്കൽ ലെവൽ, ഒരു മീഡിയം ലെവലിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് വൺ ക്രൂഷ്യൽ എന്ന് പറയുന്നത് 5 to 10% എന്ന് പറയുന്നത് ടഫ് ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും ഉണ്ടാവുക. അവിടെയാണ് റാങ്ക് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. ഒരു 10% നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം സബ്ജക്ട് നോളജ് ഉള്ളവർക്ക് മാത്രം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ബട്ട് ഒരു മെജോറിറ്റി, ഒരു 60% 70% ഈസി ക്വസ്റ്റ്യൻ ആണ്. സിലബസിൽ എന്താണോ ഉള്ളത് അതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും ഉണ്ടാവുക. ഡിപ്പെൻഡ് അപ്പോൺ പോസ്റ്റ് ആൻഡ് വേക്കൻസി കട്ട് ഓഫ് മാറും. ഒരു പക്ഷേ ഒരു വാട്ടർ ഓപ്പറേറ്റർ ഒക്കെ ആണെങ്കിൽ ലാസ്റ്റ് കട്ട് ഓഫ് 45 മാർക്ക്, 44, 45 ഒക്കെ ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അത്രയും ഇൻടേക്ക് ഉള്ളതാണ്. ഇൻടേക്ക് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 60, 65 വരെ കട്ട് ഓഫ് നമുക്ക് വേരി ചെയ്യാം. സോ ഈ പറയുന്ന ഈസി ക്വസ്റ്റ്യനിൽ ഒരു 90-95% നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് മീഡിയത്തിൽ നിന്ന് ഒരു 50, 60, 70% എങ്കിലും സ്കോർ ചെയ്യാൻ സാധിക്കണം. ടഫിൻ്റെ 50% സ്ട്രിക്ട്ലി നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ഒരു 70, അറൗണ്ട് 70 അല്ലെങ്കിൽ 70+ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഈ രീതിയിൽ തന്നെ ആയിരിക്കും എക്സാംസിന് PSC ഫോളോ ചെയ്യുന്ന ഒരു 60%, 70% ഈസി ആൻഡ് ബാക്കിയുള്ള 30 to 40% എന്ന് പറയുന്ന ഒരു മീഡിയം ടു ടഫ് ലെവലിലേക്കായിരിക്കും ക്വസ്റ്റ്യൻ പാറ്റേണും ഉണ്ടായിരിക്കുക. അത് എക്സ്പെക്ട് ചെയ്ത് വേണം നിങ്ങൾ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി.
ദെൻ എല്ലാവർക്കും എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്നായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സിലബസ് മനസ്സിലാക്കുക. എക്സാമിന് ഏതാണ് സിലബസ് വരുന്നത്, അതിൽ എന്തൊക്കെയാണ് കണ്ടൻറ്റ് ഉള്ളത് എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഏതാണ് ഡിഫിക്കൽട്ട് ഉള്ളത്, നിങ്ങൾക്ക് ആ ഒരു സിലബസിൽ ഏതാണ് ഒരു ഡിഫിക്കൽട്ടായിട്ട് വരുന്ന സബ്ജക്റ്റ് എന്ന് നെക്സ്റ്റ്ലി മനസ്സിലാക്കി വെച്ചിട്ട് കാറ്റഗറൈസ് ചെയ്യുക. ഓരോ മോഡ്യൂളും എപ്പോൾ പഠിക്കണമെന്ന് നിങ്ങളുടെ ഈസിനെസ് അനുസരിച്ച് കൊണ്ട് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുക. ഡിഫിക്കൽട്ട് ആദ്യം പഠിച്ചു തുടങ്ങുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരു മെൻ്റലി റിലാക്സേഷന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് പഠിച്ചു തുടങ്ങി പയ്യെ ഡിഫിക്കൽട്ടിലോട്ട് പോവുക. ബട്ട് ഡിഫിക്കൽട്ട് സബ്ജക്റ്റിന് സഫീഷ്യൻറ്റ് ടൈം ഉണ്ടായിരിക്കണം. സഫീഷ്യൻറ്റ് ടൈം ഡിഫിക്കൽട്ട് സബ്ജക്റ്റിന് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഈസി സബ്ജക്റ്റിന് വേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പാടില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ സിലബസ് നിങ്ങൾ അനലൈസ് ചെയ്യുക, മോഡ്യൂൾസിനെ ഡിവൈഡ് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അക്വയർ ചെയ്യാം. ടെക്സ്റ്റ് ആകാം, വീഡിയോ ആകാം, ക്വസ്റ്റ്യൻ ബാങ്ക് ആകാം, മെറ്റീരിയൽസ് അക്വയർ ചെയ്യുക. അതിനുശേഷം കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ആൻഡ് മാനേജ്മെൻറ്റ് വെച്ച് ടൈം ഡിവൈഡ് ചെയ്ത് പഠിച്ച് തുടങ്ങുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അറ്റ്ലീസ്റ്റ് പെർ ഡേ ഒരു 6 hours 5 to 6 hours സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ. ഇപ്പോൾ വർക്കിംഗ് പേഴ്സൺസ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു 3 hours എങ്കിലും, വർക്കിംഗ് പേഴ്സണാലിറ്റീസിന് അറ്റ്ലീസ്റ്റ് 3 hours എങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. ഒരു ഐഡിയൽ എന്ന് പറയുന്നത് 5 to 6 hours എങ്കിലും സ്പെൻഡ് ചെയ്ത് മാക്സിമം സിലബസ് കവർ ചെയ്ത്. ഇപ്പം നമ്മൾ ഓൾറെഡി ടൈം പീരീഡ് പറഞ്ഞു. ഇപ്പം ജൂൺ ടു ജൂലൈ ആണെന്നൊക്കെ പറയണ്ടായി ആ എക്സാം ഉണ്ടോ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര മാസം നിങ്ങളുടെ കയ്യിലുണ്ട് അതനുസരിച്ച് കൊണ്ട് ഒരു 30 days എങ്കിലും റിവിഷന് വേണ്ടി വെച്ചുകൊണ്ട് ബാക്കിയുള്ള ദിവസം കൊണ്ട് സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടൊരു പ്ലാനിങ് മേക്ക് ചെയ്യുക. അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. പ്രോപ്പറായിട്ട് സിലബസ് കവർ ചെയ്യുക. ഇൻ ബിറ്റ്വീൻ മാക്സിമം ക്യു ആൻഡ് എ, മാക്സിമം ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻ ബാങ്കുകൾ ചെയ്ത് നോക്കുക. പ്രോപ്പറായിട്ട് റിവിഷൻസ് പ്രൊവൈഡ് ചെയ്യുക. വീക്ക്ലി റിവിഷൻസ് എന്താണോ സിലബസ് മോഡ്യൂൾ കഴിഞ്ഞോ ഇല്ലയോ എന്ന് നോക്കണ്ട. വീക്ക്ലി റിവിഷൻസ്, കൃത്യമായിട്ടുള്ള റിവിഷൻസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. OMRൽ തന്നെ മോക്ക് ടെസ്റ്റുകളും ചെയ്യുക. പ്രോപ്പറായിട്ടുള്ള റിവിഷൻ ആൻഡ് പ്രാക്ടീസിലോട് കൂടി തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഫെമിലറൈസേഷൻ, എക്സാമിലോട്ടുള്ള ഒന്ന് എക്സ്പീരിയൻസ് ആകുകയും ആ ഒരു എക്സാം ഫിയർ മാറുകയും ചെയ്യും. മാക്സിമം നെഗറ്റീവ് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി നിങ്ങൾക്ക് അക്വയർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് പ്രോപ്പർലി റിവൈസ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സോ ഈ ഒരു സ്ട്രാറ്റജിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജൂണിലാണ് എക്സാം എന്നുണ്ടെങ്കിൽ മെയ്യോടുകൂടി നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാനും മാക്സിമം ക്വസ്റ്റ്യൻസ് അക്വയർ ചെയ്യാനും അത് ചെയ്ത് നോക്കാനുള്ള ടൈമും കിട്ടും. സോ ഒരു ഫിയർലെസ് ആയിട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും നല്ലൊരു മാർക്കിലേക്ക് എത്താൻ, ഒരു 65-70+ മാർക്കിലേക്ക് എത്തിച്ചേരാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക്കൽ സബ്ജക്റ്റിനൊക്കെ വേണ്ടി കുറച്ച് റെഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് JB ഗുപ്തയുടെ ഒബ്ജക്റ്റീവ് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. പ്രാക്ടിക്കൽസ് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. നല്ലൊരു ക്വാളിറ്റി ടെസ്റ്റാണ്. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചാന്ദ് പബ്ലിക്കേഷൻസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കും നല്ലതാണ്. സോ ഫസ്റ്റ് ഞാൻ പറയാം JB ഗുപ്തയുടെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും മെഷീൻസിൻ്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്ക് JB ഗുപ്തയുടെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കും. സോ ആ ഒരു JB ഗുപ്തയുടെ ഒബ്ജക്റ്റീവ്സും ചാന്ദ് പബ്ലിക്കേഷൻ്റെ ഒബ്ജക്റ്റീവും നല്ലതാണ്. ദെൻ നമ്മൾ MCQs നമ്മളും ഒരുപാട് റെഫർ ഒക്കെ ചെയ്തിട്ട് പ്രീവിയസ് എക്സാം UPSCയും SSCയും കേരള സ്റ്റേറ്റിൻ്റെ എല്ലാ എക്സാംസൊക്കെ നമ്മൾ റെഫർ ചെയ്തിട്ട് MCQs തരുന്നുണ്ട്. സോ നമ്മുടെ റെഫറൻസും കൂടെ നോക്കിയിട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്താൽ വളരെ ഹെൽപ്ഫുൾ ആവും. ദെൻ ഫ്രീ വെബ്സൈറ്റ് textbook.com എന്നൊക്കെ പറയുന്ന ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ, പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. എക്സാം വേദ, സാൻ ഫൗണ്ടറി, ഇലക്ട്രിക്കൽ ഫോർ യു എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. ഫ്രീ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. അവിടെയും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ബാങ്ക്സും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങൾ അതും യൂട്ടിലൈസ് ചെയ്യുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എക്സാം ക്രാക്ക് ചെയ്യാൻ, അതിനേക്കാൾ ഉപരി ഈ ഒരു സിലബസ് കവർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. ആ ഒരു നോളജ് കൊണ്ട് നിങ്ങൾ എക്സാമിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി. ബട്ട് എക്സാം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, അതെന്തുകൊണ്ട് ആൻസർ വന്നു, ഏതാണ് ശരി ഉത്തരം എങ്ങനെ വന്നു എന്നുള്ളൊരു നോളജും കൂടെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു സബ്ജക്റ്റ് നോളജും നല്ല മാർക്കും നല്ല റാങ്കും
ഫസ്റ്റ് ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ അഡ്വൈസ് ലിസ്റ്റിൽ തന്നെ നിങ്ങളുടെ പേര് വരാനും സാധ്യതയുണ്ട്. സോ നിങ്ങൾ ഒട്ടും വെയിറ്റ് ചെയ്യാതെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. കാരണം PSC ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ എക്സാം കലണ്ടർ മുന്നോട്ട് പോകുന്നതാണ് ഈ ഒരു 4-5 വർഷമായിട്ട് കണ്ടേക്കുന്നത്. സോ ബെറ്റർ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക, ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യുക, എക്സാമിൽ ഫോക്കസ് ചെയ്ത് തന്നെ പോവുക. ഓക്കെ, സോ ഈ ഒരു കോഴ്സിനെ പറ്റിയോ പോസ്റ്റിനെ പറ്റിയോ എന്ത് ഡൗട്ട്സും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക, ഇല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ഈ പോസ്റ്റുകളെ പറ്റിയുള്ള അല്ലെങ്കിൽ എക്സാമിനെ പറ്റിയുള്ള എല്ലാ ഡൗട്ട്സും നമുക്ക് ക്ലിയർ ചെയ്ത് തരാൻ സാധിക്കും. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഇത്രയും 8ഓളം എക്സാംസിനെ പറ്റി ഞാൻ പറയുകയുണ്ടായി, സിലബസിനെ പറ്റി പറയുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ പഠിച്ചു തുടങ്ങി നല്ലൊരു ജോലിയിലേക്ക് കയറാൻ എല്ലാവരെയും വിഷ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.